മീനും ചിക്കനൊക്കെ നല്ല വിലയായതുകൊണ്ട് പിന്നെ മീൻ അങ്ങനെ കിട്ടാനുമില്ല ഇപ്പോൾ. അപ്പം ഇനി നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കേ. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ഈ നന്നാക്കി എടുക്കലാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഒത്തുപിടിച്ചതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ചക്കക്കുരുവിൻ്റെ ഉപ്പേരിയാണ്. ചക്കക്കുരു കൊണ്ട് ഷെയ്ക്കും പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനൊരു ഐറ്റം തോന്നിയിട്ടില്ല ഇനി. അപ്പം വിചാരിച്ച് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഒന്ന് കടിച്ചു വിട്ടാൻ വേണ്ടേ. അപ്പോൾ അതൊന്നും ഇല്ലാഞ്ഞപ്പോഴാണ് കേട്ടോ ഇങ്ങനൊരു ബുദ്ധി വന്നത്. നന്നാക്കി എടുക്കാൻ കുറച്ച് പാടുപെട്ടെങ്കിലും സംഗതി സൂപ്പറായിരുന്നു കേട്ടോ കഴിച്ചിട്ട്. അപ്പം വേറെ ഒന്നുമല്ല, ഇത് നന്നാക്കി എടുത്തിട്ട് നേരെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്ത്. സംഭവം പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വേവിച്ചെടുത്തതാണ് കേട്ടോ ആശാത്തി. ഉപ്പുള്ളത് കൊണ്ട് ഇങ്ങനെ കഴിക്കണേ. പിന്നെ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. വെളിച്ചെണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടാൻ കുറച്ചൊരു വൈക്ലബ് ഉണ്ടെങ്കിലും പിന്നെ ഞങ്ങളതൊക്കെ ശരിയാക്കി എടുത്ത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, വേണമെങ്കിൽ ചതച്ച വെളുത്തുള്ളി ഇടാം കേട്ടോ, പക്ഷെ ഞങ്ങളതിട്ടില്ല. പിന്നെ കരിവേപ്പില ഇടുക, വേവിച്ച് വെച്ച ചക്കക്കുരു ഇടുക. അപ്പം അതൊന്ന് ഇളക്കി റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ഒരു മഞ്ഞപ്പൊടീൻ്റെ ഒരു കുറവ്. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി, ഒരു കാണാനൊരു ചുറുക്കുറവ്. അപ്പം എന്തായാലും വേണ്ടില്ല അരച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാണ്ട് ഇളക്കിയെടുത്തേ. അപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം നമ്മൾ ചക്കക്കുരുപ്പേര് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വേവുന്നതിന് മുന്നത്തൊന്ന് ആശാത്തിക്ക് തന്നെ കൊടുത്തു നോക്കാം. സൂപ്പർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ